പശ്ചിമബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ട മുർഷിദാബാദിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്യുന്നു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ സമരത്തിനു പിന്നാലെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ക്ഷേത്രങ്ങളും ഹിന്ദു ഭവനങ്ങളും അക്രമികൾ അടിച്ചു തകർത്തു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ബംഗാളിൽ സംഭവിക്കുന്നതെന്ത്? കൃഷ്ണാജ്, പശ്ചിമ ബംഗാളിൽ മുർഷിദാബാദിൽ കലാപം പുകയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടന്നിട്ടുള്ള സമരത്തിന്റെ മറവിൽ ആ പ്രതിഷേധങ്ങൾ കൊണ്ടുചെന്ന് എത്തിയത് ഹിന്ദു വിരുദ്ധ കലാപത്തിലേക്കാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകളും അവിടെ നിന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുർഷിദാബാദിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായിട്ടുള്ള മാൾഡ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. വീടുകളിൽ നിന്ന് എടുക്കാൻ സാധിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പലായനം ചെയ്യുന്നു. അവരുടെ ബൈറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനിയും ആ പ്രദേശത്ത് ജീവിക്കാൻ സാധിക്കില്ല, അത്തരത്തിലുള്ള അതിക്രമങ്ങളാണ് മേഖലയിൽ നടക്കുന്നത്. അതുകൊണ്ട് പ്രദേശം വിട്ടു പോകാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന പ്രതികരണമാണ് ആ പ്രദേശത്ത് നിന്ന് ഇത്തരത്തിൽ പലായനം ചെയ്യുന്ന ഹിന്ദു കുടുംബങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് രാമനവമിക്ക് തൊട്ടു മുൻപാണ് വളരെ കൃത്യമായി മാൾഡയിൽ ആസൂത്രിതമായ അക്രമങ്ങൾ നടന്നത്. അത് ആ ഒരു തുടക്കത്തിൽ തന്നെ അതിനെതിരെ നടപടിയെടുക്കാനോ കാര്യക്ഷമമായ ഇടപെടൽ നടത്താനോ പശ്ചിമ ബംഗാളിൽ പോലീസോ ഭരണകൂടമോ തയ്യാറായിട്ടില്ല. പിന്നീട് അവിടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരം തുടങ്ങുകയും ഈ വഖഫ് നിയമ ഭേദഗതി മുസ്ലിം മതത്തിന് തന്നെ എതിരാണ് എന്ന വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് മേഖലയിൽ നിന്ന് മുസ്ലിം ആളുകളെയെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിലേക്ക് എത്തിക്കുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രതികരണങ്ങളും മേഖലയിൽ നടത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാൾഡ, ദുലിയാൻ പ്രദേശങ്ങളിൽ ഈ ഒരു പ്രതിഷേധം ഹിന്ദു വിരുദ്ധ കലാപമായി മാറുകയും ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുകയും ഹിന്ദു ഭവനങ്ങൾ അടിച്ചു തകർക്കുകയും നിരവധി കടകളും വാഹനങ്ങളും തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ദുലിയാനിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത്തരത്തിലൊരു വലിയ കലാപത്തിലേക്ക് മുർഷിദാബാദ് മേഖല മാറുകയും ഹിന്ദു ഭവനങ്ങൾക്ക് നേരെയും ക്ഷേത്രങ്ങൾക്ക് നേരെയും ആസൂത്രിതമായ അക്രമം നടത്തുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഹിന്ദു കുടുംബങ്ങൾ മാൾഡയിൽ ദുലിയാനിൽ നിന്നും മുർഷിദാബാദിലെയും മാൾഡ പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ പലായനം ചെയ്യുന്നത്. സമാനമായ സാഹചര്യം പശ്ചിമ ബംഗാളിൽ തന്നെ നേരത്തെ നോർത്ത് 24 പർഗാനസ് ജില്ലയിലും നടന്നിരുന്നു. അവിടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിടുകയും കലാപം അഴിച്ചുവിടുകയും അവിടെ നിന്ന് ഹിന്ദുക്കളോട് പുറത്തു പോകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോഴും യാതൊരു തരത്തിലുമുള്ള ക്രിയാത്മകമായ നടപടി സ്വീകരിക്കാനോ മാതൃകാപരമായ നടപടി സ്വീകരിക്കാനോ അക്രമങ്ങൾ അടിച്ചമർത്താനോ മമതാ ബാനർജി ശ്രമിച്ചില്ല എന്നുള്ള വസ്തുതയും നമുക്ക് മുൻപിലുണ്ട്. അതിന് പിറകെയാണ് ഇപ്പോൾ മുർഷിദാബാദിൽ വഖഫ് നിയമ ഭേദഗതിക്കെതിരായ സമരത്തിന്റെ മറവിൽ ഹിന്ദു കലാപം അഴിച്ചുവിടുകയും. എന്തുകൊണ്ട് ബംഗാൾ ഇത്തരം കലാപങ്ങളുടെ കേന്ദ്രമായി മാറുന്നു? BJP ആരോപിക്കും പോലെ എല്ലാത്തിനും പിന്നിൽ സ്പോൺസറോ മമത? ഷാജ്, പശ്ചിമ ബംഗാൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള അക്രമങ്ങൾ നടക്കുന്നു. അതിൽ ഒരു പരിധിവരെ സംസ്ഥാന സർക്കാർ, മമതാ ബാനർജി സർക്കാർ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് കുടപിടിക്കുന്ന സമീപനമാണ്, നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന വിമർശനമാണ് BJPയും പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ളവർ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുന്നു. അവർ വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമാക്കി കൂടെ നിർത്തുന്നതിനായി ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിലപാടുകൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാനും മമതാ ബാനർജി നിർബന്ധിതമാകുന്നു. ഒപ്പം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റം ഏറ്റവും കൂടുതൽ നടക്കുന്നതും പശ്ചിമ ബംഗാൾ വഴിയാണ്. അവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഒപ്പം ആഭ്യന്തരമന്ത്രി അടുത്തിടെ പാർലമെന്റിൽ പോലും ചൂണ്ടിക്കാട്ടിയത് നിരവധി തവണ കത്തുകൾ അയച്ചിട്ടും മീറ്റിംഗ് നടത്തിയിട്ട് പോലും പശ്ചിമ ബംഗാളിൽ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങളിൽ BSF ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുന്നതിനോ അതിർത്തിയിൽ ഫെൻസിംഗ് നടത്തുന്നതിനോ ഭൂമി വിട്ടു നൽകുന്നതിനോ അനുകൂലമായ നിലപാടോ നടപടിയോ സ്വീകരിക്കാൻ മമതാ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ വസ്തുത ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഇനി 2026 കേരളത്തിനൊപ്പം ബംഗാളും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട് ബാങ്ക് ശക്തമായി കൂടെ നിർത്തുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ അക്രമങ്ങൾക്കെതിരെ കണ്ണടക്കുകയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നിലപാടിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മമതാ ബാനർജി നടത്തുന്നത് എന്ന വിമർശനം BJP മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി കഴിഞ്ഞ ദിവസം കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ ആളുകളുടെ ജീവൻ എടുത്തുകൊണ്ട്
ഉന്നയിച്ചുകൊണ്ട് കലാപം നടക്കുമ്പോഴും സർക്കാരും പോലീസും നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണെന്നും സുരക്ഷ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ് കൊൽക്കത്ത ഹൈക്കോടതി ഈ സംഘർഷബാധിത മേഖലകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കാനുള്ള ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മുർഷിദാബാദ് മേഖലകളിൽ കേന്ദ്രസേനയുടെ വിന്യാസം നടത്തിവരികയാണ്. അതിനു മുൻപായി തന്നെ വലിയ കലാപത്തിലേക്ക് മുർഷിദാബാദ് പോയി കഴിഞ്ഞു എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ വലിയ രീതിയിൽ ആളുകൾ കൂട്ടത്തോടെ ആ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുന്നത്. ഇനി ആ പ്രദേശത്ത് ജീവിക്കാൻ സാധിക്കില്ല എന്ന പ്രതികരണം നടത്തിക്കൊണ്ട് ഹിന്ദു കുടുംബങ്ങൾ ഹിന്ദു ഭവനങ്ങളിൽ നിന്ന് ആ വീടും സ്വത്തും ഉപേക്ഷിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും ആ പ്രദേശത്ത് നിന്ന് മറ്റൊരിടങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ വരുന്നു. പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്നു. നിലവിൽ കേന്ദ്രസേനയുടെ വിന്യാസം ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ സംഘർഷത്തിൽ വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സംഘർഷങ്ങളിൽ ഇടപെടൽ നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്രസേനയും ശ്രമിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പശ്ചിമ ബംഗാളിൽ ഈ അക്രമികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഗവർണർ CV ആനന്ദബോസും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പശ്ചിമ ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അഴിഞ്ഞാട്ടം. മുർഷിദാബാദിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്യുകയാണ്. കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഹിന്ദു ഭവനങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ അക്രമികൾ അടിച്ചു തകർക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.